അധ്യായം 8 അഭ്യാസയോഗം, അക്ഷരബ്രഹ്മയോഗം, പരബ്രഹ്മപ്രാപ്തിയോഗം. മധുസൂദന കൃഷ്ണ പുരുഷോത്തമ, ബ്രഹ്മം, അധ്യാത്മം, കർമ്മം, അതിഭൂതം, അധിദൈവം ഇവയെല്ലാം എന്താണ്? സർവജ്ഞ യോഗേശ്വര, ശാശ്വത പരമേശ്വര. മധുസൂദന കൃഷ്ണ പുരുഷോത്തമ, ബ്രഹ്മം, അധ്യാത്മം, കർമ്മം, അതിഭൂതം, അതിദൈവം ഇവയെല്ലാം എന്താണ്? സർവജ്ഞ യോഗേശ്വര, ശാശ്വത പരമേശ്വര. ദേഹത്തിൽ അതിയജ്ഞനാര്? അവയപുരുഷ കൃഷ്ണ ദാമോദര ഹരി. മരണത്തിലും നിന്നെ യോഗികൾ ഓർക്കുന്നത് എങ്ങനെ? ജാനകി നായക വാസുദേവ ഹരി. സർവേശ്വര ഗരുഡധ്വജ. അക്ഷരം പരമം ബ്രഹ്മം ഇവ അധ്യാത്മത്തിൻ സ്വഭാവം. ഭരതർഷഭ ധനുർധര ഭാരത. ഭൂതഭാവോൽപ്പത്തി തൻ സൃഷ്ടിപ്രക്രിയ കർമ്മം. കുന്തിപുത്ര പരന്തവ പാർത്ഥ പാണ്ഡുനന്ദന. ക്ഷരം സ്വഭാവം ഭൗതിക പ്രകൃതി അതിഭൂതം. ഭാരതശ്രേഷ്ഠ ദേവേന്ദ്രതനയ ധനഞ്ജയ. പരമ്പുമാൻ പരമോത്കൃഷ്ടൻ വിശ്വരൂപൻ പരംപുരുഷൻ പരമാത്മൻ ദേവാദിദേവൻ പ്രധാനപുരുഷൻ ലോകാധ്യക്ഷൻ സുരാധ്യക്ഷൻ ധർമാധ്യക്ഷൻ പരബ്രഹ്മം സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവ് അതിദൈവം ഇന്ദ്രസൂത ഇന്ദ്രാത്മജ ഇന്ദ്രരൂപ പരന്തവ. യജ്ഞാധീശനാം അതിയജ്ഞനും ഞാൻ തന്നെ. കവിധ്വജ കൗരവശ്രേഷ്ഠ ധനഞ്ജയ. മരിക്കുമ്പോൾ എന്നെ തന്നെ ഓർത്ത് ജീവൻ വെടിയുന്ന ഭക്തൻ വന്നു ചേരും. ഉടൻ തന്നെ എന്നിൽ തന്നെ നൂനം. വാനരധ്വജ പരന്തവ പാണ്ഡുനന്ദന. ഏതേത് ഭാവത്തെ സ്മരിച്ചൊരുവൻ ദേഹം വെടിയുന്നുവോ, ഏതേത് ഭാവത്തിൽ ഒരുവൻ സദാ ധ്യാനിച്ചിരിക്കുന്നുവോ, അതേ ഭാവത്തിൽ തന്നെ ചേരുന്നു അന്ത്യത്തിൽ അവൻ. ഇന്ദ്രാത്മജ പരന്തവ പാണ്ഡുനന്ദന. എന്നെ തന്നെ സദാ സ്മരിച്ച് യുദ്ധം ചെയ്യണം നീ പരന്തവ പാണ്ഡുപുത്ര സകേതനുർധര. എന്നിൽ തന്നെ നിൻ മനോബുദ്ധി സ്ഥിരമായി അർപ്പിച്ചിടിൽ. എന്നെ തന്നെ നീ പ്രാപിക്കും സംശയം വിനാ. വാസവാത്മജ വിജയ ധനഞ്ജയ. അനന്യചിന്തയിൽ നിത്യാഭ്യാസ ധ്യാനയോഗത്തിൽ എന്നെ മാത്രം നിനപ്പവൻ. പരമ്പുമാനാം എന്നെ തന്നെ പ്രാപിക്കും നൂനം. ഇന്ദ്രാത്മജ കുന്തിപുത്ര പരന്തവ. സർവജ്ഞൻ നിയന്താവ് സർവേശ്വരൻ ലോകാധ്യക്ഷൻ അണുവേക്കാൾ അണുവായവൻ കാലപുരുഷൻ സകല ലോകപാലകൻ അചിന്ത്യരൂപൻ തമസിനെ വെന്നവൻ സൂര്യനെ പോലെ വിളങ്ങുന്നവൻ കരുണാമയൻ പരമാത്മൻ. പരമ്പുമാനാം എന്നെ സദാ സ്മരിക്കണം. ഭാരതശ്രേഷ്ഠ ഭീമാനുജ ധനഞ്ജയ. പ്രായേണ കാലത്ത് സമചിത്തനായി ഭക്തിപുരസരം അചഞ്ചലചിത്തനായി ഭ്രൂമധ്യേ പ്രാണനെ അടക്കി നിർത്തി പരമ്പുമാനെ ധ്യാനിപ്പവൻ പ്രാപിക്കും എന്നെ തന്നെ നൂനം ധനഞ്ജയ. വേദജ്ഞർ അവിനാശനെന്ന് വിളിക്കുന്നവൻ അനാസക്തചിത്തരായി യതികൾ പ്രാപിക്കുന്നവൻ. ബ്രഹ്മത്വം പ്രാപിച്ച് യോഗികൾ ലയിക്കുന്നവൻ. പരമദിവ്യമാം ആ പദം ചുരുക്കി പറയാം ഞാൻ. വാസവാത്മജ ഭാരത ധനുർധര ധനഞ്ജയ. ഇന്ദ്രിയദ്വാരങ്ങളെല്ലാം നിരോധിച്ചിരുത്തണം. ഇന്ദ്രിയ നിഗ്രഹം നടത്തണം. ഭക്തിഭാവത്തിൽ മനം ഹൃത്തിലാക്കിയിടണം. പ്രാണനെ മൂർധാവിലാക്കി യുക്തൻ സദാ യോഗവും ചെയ്യണം. പ്രണവമന്ത്രം ഓങ്കാരം ഏകാക്ഷരം സദാ ജപിച്ചിടണം. എന്നെ മാത്രം പ്രായേണകാലേ സ്മരിപ്പവൻ. ദേഹം ത്യജിച്ചു പോകുന്ന യോഗയുക്തൻ എന്നിൽ തന്നെ ലയിക്കും പാർത്ഥ പരന്തവ. മറ്റൊന്നിലും മനസ്സ് വെച്ചിടാതെ എന്നും എന്നെ മാത്രം സ്മരിപ്പവൻ. നിത്യയുക്തനാം ആ യോഗിവര്യന് സുലഭൻ ഞാൻ സുനിശ്ചയം സവ്യസാജി. വാസവാത്മജ കവികേതന.
എന്നെ പ്രാപിച്ചവർ സത്തുക്കൾ പുനർജനിക്കുന്നില്ല ധനഞ്ജയ. സംസാരം സാഗരം ദുഃഖാലയം ക്ഷണഭംഗുരം മഹേന്ദ്രാത്മജ കുന്തിപുത്ര പരന്തവ ഭാരത ഭരതർഷഭ. ബ്രഹ്മലോകം വരെ പ്രാപിച്ചവർ പുനർജനി മൃതിവിധേയർ ധനഞ്ജയ. എന്നെ പ്രാപിച്ചവർ പിന്നെ പുനർജനിക്കുന്നില്ല പരന്തവ പാണ്ഡുനന്ദന. സഹസ്രചതുർയുഗങ്ങൾ ചേരുമ്പോൾ ബ്രഹ്മാവിൻ പകൽ ദിനം ഒന്നായിടും. 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോൾ ബ്രഹ്മാവിൻ രാത്രി ഒന്നായിടും. രാവും പകലും ചേരുമ്പോൾ ചെമ്മേ ദിനവും ഓരോന്നായി പിറന്നിടും. അഹോരാത്രജ്ഞരായവർ യോഗികൾ, കാലതത്വം ഗ്രഹിച്ചവർ ജ്ഞാനികൾ. ബ്രഹ്മാവിൻ പകൽ സമയത്ത് അരുണോദയത്തിൽ അവ്യക്തതയിൽ നിന്ന് വ്യക്തികൾ ചരാചരങ്ങൾ പിറന്നിടും. ബ്രഹ്മാവിൻ രാത്രിയിൽ പിന്നെ അവ്യക്തതയിൽ അവ നശിച്ചിടും. വ്യക്തങ്ങളാം സർവം അവ്യക്തങ്ങളായിടും പാർത്ത പരന്തവ. നാം കാണുന്ന ചരാചര ജീവികൾ സകലതും ബ്രഹ്മാവിൻ രാത്രി ആരംഭത്തിൽ മരിച്ചിടും. പിന്നെ ബ്രഹ്മാവിൻ പ്രഭാതത്തിൽ പുനർജനിച്ചിടും പരന്തവ പാണ്ഡവ പാണ്ഡുനന്ദന. അക്ഷരമാം അവ്യക്തഭാവത്തിൽ നിന്ന് വേറിട്ട് ഒരു അക്ഷരമാം അവ്യക്തഭാവമുണ്ട് പരന്തവ പാണ്ഡുനന്ദന. സർവചരാചരങ്ങൾ നശിച്ചാലും നശിക്കാത്ത ഒരു അവ്യക്തഭാവമാണത്. പാണ്ഡുപുത്ര ധനഞ്ജയ ധനുർധര ഭാരത ഭരതർഷഭ. അക്ഷരം അവ്യക്തം പരമമാം ഗതി, പരമമാം പദമെന്നോതുന്നു ജ്ഞാനികൾ. അവിടെ ചെന്നാൽ പിന്നെ തിരികെ വരേണ്ടതേയില്ല പരമമാം ധാമം ഇന്ദ്രസൂത പരന്തവ. പരമ്പുമാൻ പരാപരൻ പരമോത്കൃഷ്ടൻ ഞാൻ, സർവജ്ഞൻ സർവവ്യാപി സർവശക്തൻ, അനന്യഭക്തിയാൽ മാത്രം പ്രാപ്യൻ പരമാത്മൻ, സർവഭൂതസ്ഥിതനാം പരബ്രഹ്മം പരന്തവ കുന്തിപുത്ര ധനഞ്ജയ. പുനർജന്മമില്ലാതെ യോഗി വര്യർ മരണം പുൽകുന്നത് എന്നെന്നും പുനർജനിച്ച് അവർ സംസാരചക്രത്തിൽ വീഴുന്ന കാലമേതെന്നും പറയാം ഞാൻ പരന്തവ. അഗ്നി, ജ്യോതിസ്, ശുക്ലപക്ഷം ഉത്തരായനങ്ങളിൽ പോകുന്ന യോഗികൾ ബ്രഹ്മജ്ഞർ വരും എൻ പരമമാം ധാമത്തിൽ ഭീമാനുജ ഭാരതശ്രേഷ്ഠ ധനഞ്ജയ ധനുർധര. ധൂമം രാത്രി കറുത്ത വർഷം തഥാ ദക്ഷിണായനങ്ങളിൽ ദേഹം വെടിയുന്ന യോഗി ചന്ദ്രലോകം പൂകി ഫലങ്ങൾ അശിച്ച ശേഷം സംസാരസാഗരത്തിൽ പുനർജനിച്ചിടും മഹേന്ദ്രാത്മജ സവ്യസാജി വാനരധ്വജ. ശുക്ലം കൃഷ്ണൻ ജഗദ്ഗതികൾ രണ്ടെന്ന് വേദമതം പാണ്ഡുനന്ദന ധനഞ്ജയ. ആദ്യത്തേതിൽ മുക്തിയും അടുത്തതിൽ പുനരാവർത്തിയും ഫലം പാർത്ത വാനരധ്വജ. ജഗദ്ഗതികൾ രണ്ടും ഗ്രഹിച്ചവർ ഉഴല വ്യാമോഹത്തിൽ ധനഞ്ജയ. അതിനാൽ സദാ യോഗിയായി നീ ഭക്തനായി ജ്ഞാനിയായി നിത്യയുക്തനായി ഭവിക്കണം ഭാരത ഭരതർഷഭ. വേദങ്ങൾ, യജ്ഞങ്ങൾ, തപസ്, ദാനാദി പുണ്യഫലങ്ങളെക്കാൾ പരമപ്രധാനം. പരമപദത്തിലെത്തുമൻ ഭക്തർ പരമാത്മജ്ഞാനികൾ യോഗിവര്യർ പാണ്ഡവേയ ധനഞ്ജയ ഫൽഗുന പാർത്ത ഭാരത ഭരതർഷഭ ധനഞ്ജയ ധനുർധര.